കർത്താവ് ഉയർത്തെഴുന്നേറ്റു. സത്യമായി നമ്മളെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനമായ സത്യത്തിൽ നാം സന്തോഷിക്കുന്ന ദിനമാണ്. എല്ലാവർക്കും ഈസ്റ്റർ ദിന ആശംസകൾ ദൈവനാമത്തിൽ നേരട്ടെ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 28:5-6 വായിക്കുമ്പോൾ ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അന്വേഷിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റു. സത്യമായും അവൻ ഉയർത്തെഴുന്നേറ്റു. കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവൻ മരണത്തെ ജയിച്ചു. നമ്മെ രക്ഷിക്കാനായി ക്രൂശുമരണം തിരഞ്ഞെടുത്ത് ദൈവമായിരുന്ന കർത്താവ് സാധാ മനുഷ്യനായി രൂപാന്തരം പ്രാപിച്ച് നമ്മുടെ ഇടയിൽ കൃപയും സത്യം നിറഞ്ഞവനായി ജീവിച്ചു. എന്നാൽ തന്റെ ക്രൂശുമരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും തന്റെ മനുഷ്യ ജീവിതം അവസാനിപ്പിച്ച് അവൻ തന്റെ ദൈവികതയിലേക്ക് മടങ്ങിപ്പോയി. ഹല്ലേലൂയ. വെറുതെ മടങ്ങിപ്പോയതാണോ? നമ്മെ ദൈവമക്കളായി ഉയർത്തിക്കൊണ്ട് നഷ്ടപ്പെട്ട കുഞ്ഞാടുകളായിരുന്ന നമ്മെ ദൈവത്തോടൊപ്പം ദൈവരാജ്യത്തിൽ ചേർത്തുകൊണ്ട് അവൻ മടങ്ങിപ്പോയി. ഹല്ലേലൂയ. ആകയാൽ നാം ഇന്നലെ വരെ മരിച്ചവരായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് നാം എല്ലാം കർത്താവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും നാം പ്രകാശത്തിലേക്ക് ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം ഉയർത്തെഴുന്നേറ്റു. അവ എന്നും നമ്മുടെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റ് ഉദയസൂര്യനായി ശോഭിക്കുവാനായി നാം നിരന്തരം പ്രാർത്ഥിക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-11 പറയുന്നു, കർത്താവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജഡങ്ങൾക്കും അവൻ ജീവൻ നൽകും. ക്രിസ്തു നമ്മൾ ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ നേരിട്ടാലും ഹല്ലേലൂയ, ക്രിസ്തുവും നാമും ഒന്നിച്ചു നേരിടുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തു നമ്മൾ ജീവിക്കുന്നു. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ട്. ഹല്ലേലൂയ. ക്രിസ്തു നമ്മോടൊപ്പം ജീവിക്കുന്നു. ആകയാൽ നാം ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. ഹല്ലേലൂയ. നാം കർത്താവിന്റെ കൈകൾ സുരക്ഷിതരാണ്. ഹല്ലേലൂയ. ആകയാൽ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് മരണത്തെ ജയിച്ചു, പാപത്തെ ജയിച്ചു, അന്ധകാരത്തെ ജയിച്ചു. അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം അവിടുന്ന് ക്രൂശിൽ തറച്ച് ബന്ധിച്ച് ഞങ്ങളെ സ്വതന്ത്രരാക്കി. അവിടുത്തെ പുനരുത്ഥാനത്തിൽ കർത്താവേ ഞങ്ങളും സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, മരിച്ചവരുടെ ഇടയിൽ ജീവിക്കാതെ കർത്താവേ ജീവിക്കുന്നവരായി ഞങ്ങളെ മാറ്റിയ കൃപയെ ഓർത്ത്, മരിച്ചവരുടെ ഇടയിൽ നിന്നും ഞങ്ങളെ തിരഞ്ഞെടുത്ത കൃപയെ ഓർത്ത് കർത്താവേ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്നും അവിടത്തോടൊപ്പം ജീവിക്കുന്നവരായി അവിടുത്തെ ആത്മാവിൻ സത്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ട കൃപയെ കർത്താവേ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഏവർക്കും ഈശ്വരത്തിന് ആശംസകൾ. ഈ കേട്ട സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളുമായി പങ്കുവയ്ക്കുക. ഹല്ലേലൂയ. ക്രിസ്തു